ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 16-ാം തിരുവചനം എന്നെ വളരെയധികം ആകർഷിച്ചു, എന്നെ സ്പർശിച്ചു. ആ വചനത്തിൽ ഇങ്ങനെയായിരുന്നു: വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലങ്ങൾ നശിച്ചു പോകും. ആ വചനം വായിച്ചപ്പോൾ അത് വാസ്തവത്തിൽ എന്നെ ഞെട്ടിക്കുന്ന ഒരു വചനമായിട്ട് എനിക്ക് തോന്നി. വചനം പറയുകയാണ്, ജ്ഞാനം 3:16, വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലങ്ങൾ നശിച്ചു പോകും. സ്നേഹമുള്ളവരെ, അപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് ആലോചിച്ചു, കർത്താവെ, പലവിധത്തിലുള്ള ജീവിതത്തിൽ പലവിധത്തിലുള്ള തെറ്റുകളിലൂടെ കുറവുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് മനുഷ്യർ. പല കുടുംബങ്ങളിലും പലരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അവരുടെ മക്കൾക്ക് എങ്ങനെ നന്മകളിലേക്ക്, പക്വതയിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ കർത്താവ് നിക്കോദെമസിനോട് സംസാരിച്ച വചനഭാഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. നിക്കോദെമസിനോട് വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. അപ്പോൾ നിക്കോദെമസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ ആവശ്യം? പ്രായമായ ഒരു മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കുമെന്നൊക്കെയാണ് നിക്കോദെമസ് ചോദിക്കുന്നത്. അപ്പോൾ യേശു അതിന് നൽകുന്ന ഒരു മറുപടിയുണ്ട്. വളരെ മനോഹരമായ മറുപടിയാണ് യേശു നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനം. ഈശോ നിക്കോദെമസിനോട് പറയുന്നത് എങ്ങനെയാണ്? മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അതുകൊണ്ട് നീ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറയുന്നതിൽ നീ അതിശയിക്കേണ്ട. സ്നേഹമുള്ളവരെ, മാംസത്തിൽ നിന്ന് മാംസം ജനിക്കുമെന്നും ആത്മാവിൽ നിന്ന് ആത്മാവ് ജനിക്കുമെന്നും ഈശോ നിക്കോദെമസിനെ പഠിപ്പിച്ചു. അപ്പോൾ പലരുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ മാംസത്തിൽ നിന്ന് ജനിക്കുന്ന അവസ്ഥയുണ്ടാകാം, ആത്മാവിൽ ജനിക്കുന്ന അവസ്ഥയുണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും ഒരു വീണ്ടും ജനനത്തിലൂടെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ശക്തിയിലേക്ക്, കൃപയിലേക്ക്, സൗഖ്യത്തിലേക്ക് മനുഷ്യമക്കൾക്ക് കടന്നു വരാൻ സാധിക്കും. അതാണ് ഈശോയുടെ വാഗ്ദാനം. അപ്പോൾ കുടുംബത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ തെറ്റുകളും പാപങ്ങളൊക്കെ സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ ഒത്തിരിയേറെ വിലാപങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന അനേകരുണ്ട്. അവർക്ക് വലിയ പ്രത്യാശയാണ് യേശുവിൻ്റെ വചനം നൽകുന്നത്. നീ വീണ്ടും ജനിക്കാൻ തയ്യാറായാൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും നീ തയ്യാറായാൽ നിനക്ക് രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, അഭിഷേകമുണ്ട്. നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏത് മേഖലയും അസ്വസ്ഥതയും ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ള ഒരു വചനത്തിൽ നമ്മൾ ആദ്യം കണ്ടത് എങ്ങനെയാണ്? വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലങ്ങൾ നശിച്ചു പോകും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഒരുപക്ഷെ പാപങ്ങളിൽ തന്നെ തുടരുകയും പാപം ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചുമായിരിക്കാം ദൈവം ഇപ്രകാരം ഈ വചനത്തിൽ സംസാരിക്കുന്നത്. അതെ, പാപത്തിൽ നിന്ന് ഒരു വ്യക്തി പിന്തിരിയാനും അതോടൊപ്പം യേശുക്രിസ്തുവിലേക്ക് കടന്നു വരാനും തയ്യാറായാൽ തീർച്ചയായും ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മളെ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ നിക്കോദെമസിനോട് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒരു വീണ്ടും ജനനത്തിലൂടെ നിനക്ക് വീണ്ടും ജനനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ സാധിക്കും. നിൻ്റെ ജീവിതത്തിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കും നിൻ്റെ മനസ്സിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ പക്വതക്കുറവുകളിലേക്കും കെട്ടുകളിലേക്കും ബന്ധനാവസ്ഥകളിലേക്കുമൊക്കെ ഈശോയുടെ രക്തത്തിന് കടന്നു വരാനും നിന്നെ സുഖപ്പെടുത്താനും സാധിക്കും. അതൊരു വലിയ പ്രത്യാശയുടെ വചനമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത ചില അസ്വസ്ഥതകൾ, തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചത് മൂലമാകാം,
അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തത് മൂലമാകാം, അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത മൂലമാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തീർച്ചയായും അതിൻ്റെ സ്വാധീനങ്ങളുണ്ടാകാം. എന്നാൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ പ്രത്യാശയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം ഒരു വീണ്ടും ജന്മത്തിലൂടെ അവൻ്റെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് നമുക്ക് സൗഖ്യത്തിലേക്കും അഭിഷേകത്തിലേക്കും കടന്നു വരാൻ സാധിക്കും. അതാണ് ഈശോ തരുന്ന വലിയ വാഗ്ദാനം. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 1:18 നമ്മളിങ്ങനെ വായിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള വ്യർത്ഥമായ ജീവിത രീതികളും പ്രതിസന്ധികളും ബന്ധനങ്ങളും കെട്ടുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അതിനൊരു വഴിയുണ്ട്, സുഖപ്പെടാനൊരു വഴിയുണ്ട്, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ആ വഴിയാണ് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ കഴുകപ്പെടുക. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ കഴുകപ്പെട്ടാൽ ഏത് അവസ്ഥകളിൽ നിന്നും ഏത് കെട്ടുകളിൽ നിന്നും നമുക്ക് വിമോചിതരാകാൻ സാധിക്കും എന്നുള്ള വലിയൊരു സത്യമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ജ്ഞാനത്തിൻ്റെ വചനത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, തെറ്റുകളിലൂടെ, പാപങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അവരെ അനുതാപത്തിലേക്ക് നയിക്കേണ്ട ഒരു വചനമാണിത്. നമ്മൾ കത്തോലിക്കാ സഭയിൽ വിവാഹത്തിനൊരുങ്ങുന്ന ആ യുവാവിനോടും യുവതിയോടും സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 2-3 ദിവസത്തെ ഒരു കോഴ്സിൽ പങ്കെടുക്കണം, പ്രീകാന കോഴ്സിൽ പങ്കെടുക്കണം. അവിടെ വിവാഹ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ച്, വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെയെല്ലാം സഭ ആഗ്രഹിക്കുന്നതും സഭ ലക്ഷ്യം വയ്ക്കുന്നതും ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ ജീവിതത്തിൽ ഈ വിവാഹം കഴിക്കുന്നതുവരെ എത്ര വലിയ മാരകമായ തെറ്റുകളിലൂടെ, പാപങ്ങളിലൂടെ, ജഡികമായ ആവേശങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി വിശുദ്ധീകരിക്കപ്പെട്ട് അവരെ വിവാഹത്തിന് ഒരുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ സ്നേഹമുള്ളവരെ, അതിനുശേഷം നമ്മുടെ ദേവാലയങ്ങളിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ വളരെ കാർക്കശ്യത്തോടുകൂടെ കെട്ടുകുമ്പസാരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതെ, ജീവിതത്തിൽ അന്നുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിച്ചിട്ട് വേണം ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, ഒരാൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങനെ വിശുദ്ധീകരിക്കാനോ അങ്ങനെ പ്രാർത്ഥിക്കാനോ അനുദപിക്കാനോ തയ്യാറല്ലാത്തവരെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലങ്ങൾ നശിച്ചു പോകും. അതെ, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, കഴിഞ്ഞ നാളുകളെക്കുറിച്ച് അനുദപിക്കുവാനോ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനോ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനോ തയ്യാറല്ലാത്തവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ വചനം പറയുന്നത് പോലെ സംഭവിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ, പരിശുദ്ധിയോടെ ദമ്പതികൾ ചിന്തിക്കേണ്ടതുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമുക്ക് ഏത് അശുദ്ധിയിൽ നിന്നും, ഏത് തിന്മയിൽ നിന്നും, ഏത് കെട്ടുകളിൽ നിന്നും മോചിതരാകാൻ സാധിക്കും. അതാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹമുള്ളവരെ, ഒരു പക്വതക്കുറവ് അങ്ങനെയുള്ള കുട്ടികളിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒത്തിരിയേറെ കുട്ടികൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി ജീവിതത്തിൽ പക്വതയില്ലാതെ വളരുകയും പിന്നീട് അവരുടെ മാതാപിതാക്കൾ അത് തിരിച്ചറിയുകയും
അവർ തിരിച്ചറിഞ്ഞ് വിവാഹത്തിന് മുമ്പ് അവർ വേണ്ടതുപോലെ ഒരുങ്ങാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചതും അതേക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യം നൽകിയപ്പോൾ അവർ അത് അനുദപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള അനേകം മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടതും ആ മാതാപിതാക്കളുടെ ജീവിതത്തിലും അവരുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട അനുഭവമുണ്ടായതും വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകി ആ വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മുടെ മനസ്സിനും മനസ്സിൻ്റെ അനുഭവങ്ങൾക്കും മനസ്സിൽ കിടക്കുന്ന എല്ലാ മേഖലകൾക്കും ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകിയുള്ള ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, അപ്പോൾ ദൈവഹിതം എന്താണെന്നും നല്ലതെന്താണെന്നും പ്രീതിജനകമായതെന്താണെന്നും പരിപൂർണമായതെന്താണെന്നും വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. അങ്ങനെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ടാൽ എന്തു സംഭവിക്കും? വചനം പഠിപ്പിക്കുകയാണ്, 4 വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ വചനം തരികയാണ്. മനസ്സിൽ നവീകരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്ന 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് വചനം പറയുകയാണ്, മനസ്സിൻ്റെ നവീകരണത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കും. ആ വ്യക്തികൾക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കും. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ കുടുംബത്തിലുള്ളവരെക്കുറിച്ച്, തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ദൈവഹിതങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? എൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? എൻ്റെ സൗഹൃദങ്ങളിൽ ഏതൊക്കെയാണ് നല്ലതായിരിക്കുന്നത്? നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, അവർക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്, അവർക്ക് പരിപൂർണമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുപോകും, പരിപൂർണതയിൽ എത്തിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത് ബോധ്യപ്പെടും. അതോടൊപ്പം പറയുകയാണ്, പ്രീതിജനകമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി നൽകുന്ന കാര്യങ്ങൾ, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, മനസ്സിൽ നവീകരണം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദാനം ഇതാണ്. 4 അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒന്നാമതായിട്ട് ദൈവഹിതം തിരിച്ചറിയാനുള്ള അനുഗ്രഹം, രണ്ടാമതായിട്ട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തി, മൂന്നാമതായിട്ട് പ്രീതിജനകമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ, നാലാമതായിട്ട് പരിപൂർണമായതെന്താണ് തിരിച്ചറിയാനുള്ള കൃപ. അപ്പോൾ ഈ മനസ്സിൽ ഒരു നവീകരണം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഈ നവീകരണം നമുക്ക് സംഭവിക്കുക യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ മനസ്സിനെയും മനസ്സിൽ കിടക്കുന്ന അനുഭവങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ച്, ഓർമ്മകളെ കഴുകി വിശുദ്ധീകരിച്ച് മനസ്സിൻ്റെ നവീകരണത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ എഫീസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 22, 23 തിരുവചനങ്ങൾ, അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുക? നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പഴയ ജീവിത രീതികൾ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വം നിനക്കുണ്ട്. നിൻ്റെ പഴയ ജീവിത ശൈലികൾ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വം നിനക്കുണ്ട്. അതെ, നീ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ, കുട്ടിക്കാലത്ത് നിനക്കുണ്ടായ അനുഭവങ്ങൾ, നിൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിൻ്റെ സഹോദരങ്ങളിൽ നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിൻ്റെ അയൽക്കാരിൽ നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിൻ്റെ സ്കൂളിൽ നിന്ന് നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിൻ്റെ സൗഹൃദങ്ങളിൽ നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഇതെല്ലാം രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വം നിനക്കുണ്ട്. ആ വ്യക്തിത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അത് പല വിധത്തിലുള്ള ആസക്തികളാൽ കലുഷിതമായ ഒരു വ്യക്തിത്വമാണ്.
അത് പല വിധത്തിലുള്ള ആസക്തികളാൽ കലുഷിതമായൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തോടെ നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആ വ്യക്തിത്വത്തോടെ നീ ജീവിച്ചാൽ നിനക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ആ വ്യക്തിത്വത്തോടെ നീ ജീവിച്ചാൽ നിനക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ പഴയ ജീവിത രീതികളിലൂടെ നീ രൂപപ്പെടുത്തിയെടുത്ത നിൻ്റെ പല പ്രത്യേകതകളുള്ള ആ വ്യക്തിത്വത്തെ നീ അതിജീവിക്കണം. മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ടിട്ടാണ് നിനക്ക് അത് സാധിക്കുക. നീ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ മനസ്സും മനസ്സിൻ്റെ അനുഭവങ്ങളും മനസ്സിൽ കിടക്കുന്ന ഓർമ്മകളും നമ്മുടെ എല്ലാ അനുഭവങ്ങളും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലുമെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് സൗഖ്യമുള്ളവരായി മാറാൻ സാധിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. സ്നേഹമുള്ളവരെ, കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ കഴുകി സൗഖ്യമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കും, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അതുമൂലം ഇവ തമ്മിൽ പരസ്പരം എതിർക്കുക നിമിത്തം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പൗലോസ്ലീഹായിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ഒരുപക്ഷെ അനേകർ സങ്കടത്തോടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അച്ഛാ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, അച്ഛാ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നു, നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നല്ലത് പറയാൻ ആഗ്രഹിക്കുന്നു, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിക്കുന്നത് പോലെ പലപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന പോലെ പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പലരും ചോദിക്കുന്നു. അതിനാണ് വചനം നമുക്ക് തരുന്ന ഉത്തരം. അതാണ് വചനം പറയുകയാണ്, നമ്മളിൽ എല്ലാവരിലും ഈ 2 അഭിലാഷങ്ങളുണ്ട്. ജഡത്തിൻ്റെ അഭിലാഷങ്ങളുണ്ട്, ആത്മാവിൻ്റെ അഭിലാഷങ്ങളുണ്ട്. ഇവ തമ്മിലൊരു യുദ്ധം നമ്മളിൽ എല്ലാവരിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാവരിലും ഈ 2 അഭിലാഷങ്ങളുണ്ടെങ്കിൽ, പക്ഷേ എല്ലാവരിലും ഒന്നുപോലെയല്ല ഈ അഭിലാഷങ്ങൾ പ്രവർത്തിക്കുന്നത്. ചിലരിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു, ചിലരിൽ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഈ അഭിലാഷങ്ങളുടെ വ്യതിരിക്തതയുടെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് ഈ അഭിലാഷങ്ങൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ നിക്കോദെമസിനോട് സംസാരിച്ച ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മാംസം മാംസത്തെ ജനിപ്പിക്കുന്നു, ആത്മാവ് ആത്മാവിനെ ജനിപ്പിക്കുന്നു. ഓരോ കുഞ്ഞിൻ്റെയും ജനന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിശുദ്ധമായിരിക്കണം, നന്മകളുണ്ടായിരിക്കണം, പ്രാർത്ഥനയുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രത്യേകതകളും കടന്നു വരിക. ഈശോ നിക്കോദെമസിനോട് പറഞ്ഞു, മാംസമാണ് കൂടുതൽ പ്രവർത്തിച്ചതെങ്കിൽ മാംസത്തെയാണ് ജനിപ്പിക്കുക, ആത്മാവാണ് കൂടുതൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആത്മാവിനെയാണ് ജനിപ്പിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ അവിടെ 13-ാം അധ്യായത്തിൽ മനോവയെയും ഭാര്യയെയും നമ്മൾ കണ്ടുമുട്ടും. മനോവയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു. അവർ ഏറെ നാൾ ഒരുമിച്ച് ജീവിച്ചു, നല്ല മനുഷ്യരായിരുന്നു. അവർ ഒരുമിച്ച് ജീവിച്ചു, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു, പ്രാർത്ഥിച്ച് ജീവിച്ചു. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളില്ല. അത് വലിയൊരു സങ്കടമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ ഈ സങ്കടത്തോടെ അവർ ജീവിക്കുമ്പോൾ ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സഹോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ സഹോദരിയോട് അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. പക്ഷേ ഭർത്താവായ മനോ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ പറയാൻ ഈ സഹോദരിക്ക് സാധിച്ചില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ മനോവയും ഭാര്യയും ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, മനോവയും ഭാര്യയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ദൈവദൂതനോട് ചോദിച്ച മനോഹരമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ ജീവിതചര്യ എന്തായിരിക്കണം? ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജീവിതചര്യ എന്തായിരിക്കണം? ഒരുപക്ഷെ ആ ചോദ്യത്തെ കുറച്ചുകൂടെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ അവർ ചോദിച്ച കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങേണ്ടത്?
ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന, ഞങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അതിന് ദൈവത്തിൻ്റെ ദൂതൻ നൽകിയ മറുപടി വളരെ മനോഹരമായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഈ ദമ്പതികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ദിവസങ്ങളിൽ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ നിങ്ങൾ ഉപയോഗിക്കരുത്. ആ ദിവസങ്ങളിൽ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ നിങ്ങൾ ഉപയോഗിക്കരുത്. ആ ദിവസങ്ങളിൽ അശുദ്ധമായതൊന്നും കാണരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ശക്തനായ ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഈ ദമ്പതികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടാകരുത്, പ്രത്യേകിച്ച് ആ നാളുകളിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരുങ്ങണം. അശുദ്ധമായതൊന്നും കാണരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്, അശുദ്ധമായതൊന്നും കുടിക്കരുത്. നിങ്ങൾക്ക് ശക്തനായ ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. സ്നേഹമുള്ളവരെ, ഈ ദൈവദൂതൻ്റെ നിർദ്ദേശപ്രകാരം മനോവയും ഭാര്യയും പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ, പരിശുദ്ധമായ സ്നേഹത്തിൽ, നന്മകളിൽ അവർ ജന്മം കൊടുത്ത ശിശുവാണ് സാംസൺ. ഈ സാംസൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സാംസണിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നിറഞ്ഞു നിന്നിരുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കും. അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ നമ്മളിങ്ങനെ വായിക്കും, ഒരിക്കൽ സാംസൺ ഒരു മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അവനെതിരെ ഒരു സിംഹം പാഞ്ഞു വന്നു. തനിക്കെതിരെ സിംഹം പാഞ്ഞു വന്നപ്പോൾ ഈ കൊച്ചുകുട്ടി എന്താ ചെയ്തത്? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആത്മാവിനോട് പ്രാർത്ഥിച്ചു. ആത്മാവ് അവനിൽ വന്നു നിറഞ്ഞു. തനിക്കെതിരെ പാഞ്ഞു വന്ന സിംഹക്കുട്ടിയെ ഒരു ആട്ടിൻകുട്ടിയെ എന്നതുപോലെ അവൻ ചീന്തിക്കളഞ്ഞു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്നേഹമുള്ളവർ, താഴെയുള്ള വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ മാതാപിതാക്കൾ ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല. അവിടെ സിംഹക്കുട്ടി വന്നതോ ഈ കുട്ടി സിംഹക്കുട്ടിയെ കൈകാര്യം ചെയ്തതോ കൊന്നതോ അവരാരും അറിഞ്ഞില്ല. അത്രയും ശക്തനായിരുന്നു ഈ അപ്പനും അമ്മയും ഒരുങ്ങി പ്രാർത്ഥിച്ച് ജന്മം കൊടുത്ത ഈ സാംസൺ. സ്നേഹമുള്ളവരെ, അതേ പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജീവിത വിശുദ്ധിയിൽ നന്മകളിൽ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ശക്തരാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ്. ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ്. ഇങ്ങനെ ഒരുക്കമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ജീവിത വിശുദ്ധിയില്ലാതെ, നന്മകളില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ ഈ ഭൂമിയിലേക്ക് ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള ദമ്പതികളിൽ നിന്ന് കടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർ പ്രത്യേകമായിട്ട് വിശുദ്ധീകരിക്കപ്പെടണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. കാരണം മാംസത്തെയാണ് ജനിപ്പിക്കുക, ആത്മാവിനെയാണ് ജനിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇതാണ്: ദൈവത്തിന് സമർപ്പിക്കുക, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക, വിശുദ്ധീകരിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ അന്ധകരണത്തെ അതിന് നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി മതിയാവുകയില്ല. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഏത് അശുദ്ധിയിൽ നിന്നും, ഏത് ബന്ധനത്തിൽ നിന്നും, ഏത് കെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് മോചിതരാകാൻ സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഒരു വീണ്ടും ജന്മത്തിലൂടെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനും നവീകരിക്കപ്പെട്ട ഒരു മനസ്സ് കിട്ടാനും ശക്തിയുള്ള മനുഷ്യരായി തീരാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ്, നല്ല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ്, പ്രീതിജനകമായി തിരിച്ചറിഞ്ഞ്, പരിപൂർണമായി തിരിച്ചറിഞ്ഞ് ഒരു നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ വചനം ജ്ഞാനം 3:16, വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലങ്ങൾ നശിച്ചു പോകും. സ്നേഹമുള്ളവരെ, ആ വചനം ഏറെ ഭയപ്പെടുത്തുന്ന വചനങ്ങളാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. അവർക്ക് മക്കൾ ഉണ്ടാകുന്നു. അവരുടെ മക്കൾ അവരുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് വചനം വായിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, അതിനുള്ള പ്രതിഫലം വചനത്തിലൂടെ തന്നെ, അതിനുള്ള ഉത്തരം വചനത്തിലൂടെ തന്നെ അങ്ങ് നൽകുന്നുണ്ടല്ലോ. കർത്താവേ, പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കും. പക്വതയിലേക്ക്, രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ഈ ഭൂമിയിൽ ഒരുക്കമില്ലാതെ
പ്രാർത്ഥനയില്ലാതെ, ജീവിതത്തിൽ നന്മകളില്ലാതെ, സ്നേഹം പങ്കിട്ടതിൻ്റെ ഫലമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ കുഞ്ഞിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകി അവരുടെ മനസ്സുകളെ അങ്ങ് വിശുദ്ധീകരിച്ച് ദൈവഹിതം തിരിച്ചറിയാനും നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും പ്രീതിജനകവും പരിശുദ്ധമായതും പരിപൂർണമായും തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു.